2018 ഏപ്രിൽ 27 അന്ന് റിലീസായ ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യയും നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തെയും വരെ മാറ്റിമറിച്ച ഒന്നായിരുന്നു അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. സൂപ്പർ ഹീറോകൾ എന്ന് പറയപ്പെടുന്നത് ഒരു കുട്ടിക്കളിയാണെന്നും അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും കരുതപ്പെടുന്ന ഒരു മെജോറിറ്റി ഓഡിയൻസ് ആയിരുന്നു നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവരിലേക്ക് ഇൻഫിനിറ്റി വാർ കൊണ്ടെത്തിച്ചൊരു ഇമ്പാക്റ്റ്, ഒരു ബിഗ് ബ്രേക്ക്, അത് വളരെ വലുതായിരുന്നു. ഇൻഫിനിറ്റി വാർ കാരണം ഒരുപാട് പേർ സൂപ്പർ ഹീറോ സിനിമകളിലേക്ക് വരാൻ തുടങ്ങി. ഇൻഫിനിറ്റി വാർ കാരണം ഒരുപാട് പേര് പഴയ MCU സിനിമകളടക്കം കുത്തിയിരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു സിനിമ ഒരു വമ്പൻ ഫാൻഡത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇൻഫിനിറ്റി വാറിന് മുമ്പും ഒരുപാട് സൂപ്പർ ഹീറോ സിനിമകളും അതിനുവേണ്ടിയുള്ള ഡൈഹാർഡ് ഫാൻസും ഉണ്ടായിരുന്നെങ്കിലും പോപ്പുലാരിറ്റി കുത്തനെ കൂട്ടുന്ന കാര്യത്തിൽ ഇൻഫിനിറ്റി വാർ ഒരു ബിഗ് ബ്രേക്ക് ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. തൊട്ടടുത്ത വർഷം അതിൻ്റെ ബാക്കിയായി വന്ന എൻഡ് ഗെയിം അത് കണ്ടിന്യൂ ചെയ്യുകയും അങ്ങനെ ഈ രണ്ട് സിനിമകളിലെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി. ഒരുപാട് ഫാൻസുകളും ഒരുപാട് കമ്മ്യൂണിറ്റികളും ഇതിനെ ബേസ് ചെയ്ത് ബിൽഡ് ആവാനും തുടങ്ങി. 7 വർഷങ്ങൾ കഴിഞ്ഞു 2025 സെപ്റ്റംബർ 12. അന്നും ഒരു വിദേശ സിനിമ പുറത്തിറങ്ങി. നേരത്തെ സൂപ്പർ ഹീറോയുടെ കാര്യം പറഞ്ഞതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈഹാർഡ് ആയിട്ടുള്ള ഫാൻ ബേസും ഒരുപാട് കമ്മ്യൂണിറ്റികളുമുള്ള ഒന്ന് തന്നെയാണ് അനിമെ. എന്നാൽ അനിമയ്ക്കും ഇൻഫിനിറ്റി വാർ പോലെ ഇന്ത്യയിലും കേരളത്തിലും ബിഗ് ബ്രേക്ക് ആയിട്ടുള്ള ഒരു മൂവി വേണമായിരുന്നു. ആ മൂവി ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്, ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഡീമൺ സ്ലെയർ ആണല്ലേ. ന്യൂസ് ചാനൽസ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കിയാലും എവിടെ ആണെങ്കിലും ഡീമൺ സ്ലെയറും അനിമയും ഒക്കെയാണ്. ഇൻഫിനിറ്റി വാർ സൂപ്പർ ഹീറോകൾക്ക് എന്താണോ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആനിമയ്ക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സൂപ്പർ ഹീറോ ഉണ്ടാക്കിയതിൻ്റെ 10 മടങ്ങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒന്നാണ് അനിമെ. സൂപ്പർ ഹീറോകളുടെ ആ ഒരു തരംഗം ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങി. എന്നാൽ അനിമെ ഒരിക്കലും കെട്ടടങ്ങാനാകാത്ത തരംഗം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭൂരിഭാഗം പേരും കുട്ടിക്കാലത്ത് തന്നെ ഏതെങ്കിലുമൊക്കെ അനിമയെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അന്ന് അത് അനിമയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഡോറേമോൻ, പോക്കിമോൻ, ഡ്രാഗൺ ബോൾ, കിറ്ററേറ്റ്സു, നിഞ്ച ഹട്ടോരി, അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട കുറച്ച് കാർട്ടൂണുകളൊക്കെ ആക്ച്വലി ജപ്പാനിൽ നിന്നുള്ള അനിമയാണ്. പക്ഷേ അനിമെ എന്നൊരു ടേമും അല്ലെങ്കിൽ ബ്രോഡർ ആയിട്ടുള്ള അനിമേസും ഒക്കെ നമ്മുടെ നാട്ടിൽ പോപ്പുലറായി തുടങ്ങിയത് ഇന്റർനെറ്റ് ഇറക്കിയ ശേഷം തന്നെയാണ്. ആദ്യകാലത്ത് പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെയായിരുന്നു ഇതിൻ്റെ ഡിസ്കഷൻസ്. അങ്ങനെ ആദ്യകാലം തൊട്ടേ പോപ്പുലർ ആയിട്ടുള്ള 2 അനിമകളായിരുന്നു ഡെത്ത് നോട്ടും അറ്റാക്ക് ഓൺ ടൈറ്റനും. ഡെത്ത് നോട്ട് ഓൾറെഡി എൻഡ് ആയിട്ടുള്ള ഒരു അനിമയ്ക്ക് വേണ്ട എല്ലാ എസൻസുകളും ചേർന്ന ഒരു സീരീസ് ആയിരുന്നു. അറ്റാക്ക് ഓൺ ടൈറ്റൻ ആ സമയത്ത് ഓൺഗോയിങ് ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് അനിമ. ഇത് രണ്ടും വലിയൊരു തരംഗം തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ലോക്ക്ഡൗൺ വരെ വന്നപ്പോഴാണ് അനിമയ്ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന 2 എണ്ണം ഡെത്ത് നോട്ടും അറ്റാക്ക് ഓൺ ടൈറ്റനുമാണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് ഡീമൺ സ്ലെയർ അടക്കമുള്ള മറ്റ് ഓൺഗോയിങ് സീരീസുകളുടെ കടന്നുവരവ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ഇപ്പോൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആയാലും അങ്ങനെ പല പല സോഷ്യൽ മീഡിയകളിലൂടെ അനിമയുടെ പോപ്പുലാരിറ്റി വളരാൻ തുടങ്ങി. ഒരുപാട് മൂവി യൂട്യൂബേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു അനിമെ സീരീസുകൾ എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഗെയിം ചേഞ്ചറായി മാറിയത് ലോക്ക്ഡൗൺ തന്നെയാണ്. മറ്റൊരുപാട് ഇൻഡസ്ട്രികൾ തകർന്നു വീണെങ്കിലും ലോക്ക്ഡൗൺ കാരണം ഏറ്റവും ഉപകാരമുണ്ടായ ഇൻഡസ്ട്രികളിലൊന്ന് സ്ട്രീമിംഗ് ഇൻഡസ്ട്രീസ് തന്നെയാണെന്ന് അറിയാമല്ലോ. ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ സീരീസുകൾ പോപ്പുലറായി തുടങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ സൈഡിൽ കൂടെ അനിമെ സീരീസുകളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നൊരു മോർ ഇൻ്റർനെറ്റ് യൂസേജും അതേപോലെ സ്ട്രീമിംഗ് ഹാബിറ്റും ഇതൊക്കെ കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുള്ള സീരീസുകളിലോട്ടും സിനിമകളിലോട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വെറൈറ്റി തേടിപ്പോയി പലരും അനിമയെ കാണാൻ തുടങ്ങി. കണ്ടവർ ഇതിനെപ്പറ്റി പോസ്റ്റുകളും റീലുകളും വീഡിയോസും ഒക്കെ ഇട്ടു. അങ്ങനെ ഇതിൻ്റെ പോപ്പുലാരിറ്റി വീണ്ടും കൂടി. അങ്ങനെ കൂടിയാണ് അനിമയുടെ കമ്മ്യൂണിറ്റി പതുക്കെ പതുക്കെ കേരളത്തിൽ വളരെ വലുതായി വളരാൻ തുടങ്ങിയത്. അങ്ങനെ ലോക്ക്ഡൗണിലുണ്ടായ അനിമയുടെ ഒരു അപ്രൈസിങ് കാരണം പല പല ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ പല സോഷ്യൽ പ്ലാറ്റ്ഫോംസുകളിൽ വരാൻ തുടങ്ങി. അതിൻ്റെ ബാക്കിയായിട്ട് ഓഫ്ലൈൻ കമ്മ്യൂണിറ്റികളും വരാൻ തുടങ്ങി. അങ്ങനെ ഓഫ്ലൈൻ കമ്മ്യൂണിറ്റികളും മെർച്ച് സ്റ്റോഴ്സും പല ഇവൻറ്റുകളും മീറ്റപ്പുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് അനിമയുടെ പോപ്പുലാരിറ്റി നല്ലപോലെ ഇൻക്രീസ് ചെയ്തു. 2024 കേരള പോപ്കോൺ ഇവൻറ്റ് ആദ്യമായിട്ട് നടക്കുന്നത്. നമ്മുടെ പുറത്തുള്ള പല ഇവൻറ്റുകൾ പോലെ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബിഗ് ഇവൻ്റ് ആയിരുന്നു കേരളത്തിലേക്ക് കേരള പോപ്കോൺ കൊണ്ടുവന്നത്. എന്നാൽ ആ ഒരു ഇവൻറ്റിലും ഏറ്റവും തിളങ്ങി നിന്ന കാര്യങ്ങളിലൊന്ന് അനിമെ തന്നെയായിരുന്നു. ഇപ്പോൾ സ്റ്റാൾസ് ആയിക്കോട്ടെ, കോസ്പ്ലേസ് ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി അക്കൂട്ടത്തിൽ അനിമയ്ക്ക് തന്നെയായിരുന്നു. അന്ന് തന്നെ വിചാരിച്ചൊരു കാര്യമാണ് അനിമയ്ക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അപ്രൈസ് വളരെയധികം ഹൈ ആയിരിക്കുമെന്ന്. ഇന്ന് മാങ്ക എന്ന ഒറിജിനൽ ആനിമയുടെ കോമിക്സ് വാങ്ങി വായിക്കുന്നവർ വരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്രത്തോളം പോപ്പുലറായി മാറിയിരിക്കുകയാണ് അനിമെ എന്ന കമ്മ്യൂണിറ്റി. അനിമെ വെറുതെ കാണുക, ഡിസ്കസ് ചെയ്യുക എന്നതിനപ്പുറത്തേക്കും ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒന്ന് മലയാളം സബ് ടൈറ്റിൽസ് ആണ്. മലയാളം സബ് ടൈറ്റിൽസ് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ചുമ്മാ കുറച്ച് സബ് ടൈറ്റിലായിട്ടല്ല, മറിച്ച് യൂണിക്കോഡ്.ASS എന്നൊരു ഫോർമാറ്റിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാണുന്ന ഡയലോഗ്സ് താഴെ ട്രാൻസ്ലേറ്റ് ചെയ്യുക മാത്രമല്ല, സ്ക്രീനിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ന്യൂസ് പേപ്പർ ആയിരിക്കാം, ഒരു നെയിം ബോർഡ് ആയിരിക്കാം, അതൊക്കെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ആദ്യമായിട്ട് കൊണ്ടുവന്നതും ആനിമേക്കായിരുന്നു. ഇതുകൂടാതാണ് ഫാൻ ഡബ്ബുകളുടെ കടന്നുവരവ്. ഫുൾ സീരീസ് ഡബ് ചെയ്യുകയൊന്നുമല്ല, റീൽസിലൊക്കെ ആയിട്ട് പല ഐക്കോണിക് സീനുകളുടെ ഡബ്ബിങ്. മല്ലു ആനിമേ ഡബ്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ് ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇവരുടെ പേജ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തറിയാം, അത്രത്തോളം കിടു ലെവൽ ഡബ്ബിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ലൈവിൽ കേരള പോപ്കോൺ ഇവൻറ്റിലും ഇവർ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഹൈ ലെവലായിരുന്നു. അങ്ങനെ ഫാൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ നിന്ന് തന്നെ പല ക്രിയേറ്റീവായിട്ടുള്ള വഴികൾ മുന്നോട്ട് പോകും. ഇതുകൂടാതാണ് മലയാളം ഡബ്ബുകൾ റിലീസാവാൻ തുടങ്ങിയത്. നറൂട്ടോ, വൺ പീസ് അടക്കമുള്ള പല ഐക്കോണിക് സീരീസുകളും ഇപ്പോൾ മലയാളം ഡബ്ബായിട്ട് ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിലുള്ള റീജിയണൽ ലാംഗ്വേജിൽ ഇന്ത്യയിലുടനീളം അവൈലബിൾ ആണ്. ഇപ്പോൾ എത്ര പേരത് കാണുന്നു എന്നറിയില്ലെങ്കിലും ആ കാണുന്നൊരു ഓഡിയൻസ് ഉണ്ടല്ലോ, അവരിലേക്കും ആനിമേ എത്തി എന്നുള്ളതാണ് സത്യം. അതായത് ഈ പറയുന്ന മലയാള സബ് ടൈറ്റിൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും, ഫാൻ ഡബ്ബുകൾ കാണുന്നവരാണെങ്കിലും, ഒഫീഷ്യൽ ഡബ്ബുകൾ ടി വിയിൽ കാണുന്നവരാണെങ്കിലും എണ്ണം നോക്കുമ്പം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷേ ഇവരെല്ലാവരും കൂടെ ക്യുമുലേറ്റ് ചെയ്ത് വരുന്ന എണ്ണം വളരെ കൂടുതലാണ്. ഇതെല്ലാമാണ് ആനിമയുടെ ഗ്രോത്ത്. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പല സൈഡിൽ നിന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാം പേജസ്, യൂട്യൂബിനിടയിലുള്ള കമൻറ്റുകൾ, അതേപോലെ ഇത്തരത്തിൽ ടി വി, മലയാള സബ്, മലയാളം ഡബ്ബ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ക്യുമുലേറ്റ് ചെയ്താണ് ആനിമയുടെ ഫാൻ ബേസ് കേരളത്തിൽ ഇത്രയും വലുതായത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂപ്പർ ഹീറോ തരംഗം കെട്ടടങ്ങി പോയതുപോലെ ഒരിക്കലും ആനിമയെ കെട്ടടങ്ങില്ല, അതിനേക്കാൾ ശക്തിയോടെ മുന്നോട്ട് പോകും എന്നുള്ളത്. അതിന് കാരണം സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും ഒരു ജേണർ മാത്രമാണ്. ഹോളിവുഡിൽ എത്രയോ സിനിമകൾ ഇറങ്ങുന്നു, അക്കൂട്ടത്തിലൊരു സൈഡിൽ മാത്രം നടക്കുന്ന കാര്യമാണ് സൂപ്പർ ഹീറോസ്. MCU അത്രത്തോളം സക്സസ്ഫുൾ ആയതുകൊണ്ടും എൻഡ് ഗെയിം ലോകത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ മൂവി ആയതുകൊണ്ടും ഒരിടക്കാലത്ത് ഈ ഒരു ജേണർ പീക്കായിരുന്നു. പക്ഷെ മറ്റേത് ജേണർ പോലെ താഴെ പോയി. എന്നാൽ അനിമെ എന്ന് പറയുന്ന ഒരു ജേണറിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാറ്റഗറിയിലോട്ടോ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അനിമെ ഇതൊരു ഹോൾ ഇൻഡസ്ട്രിയാണ്. ഹോളിവുഡ് പോലെ നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രികൾ പോലെ അനിമെ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അവിടെ പല ജേണറിലും പല കാറ്റഗറിയിൽ ഇഷ്ടംപോലെ അനിമകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വർഷം എത്രയോ അനിമകളാണ് അവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയതും ഏറ്റവും നല്ലതായതും മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സോ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സും വളരെ വലുതായിരിക്കും. ഞാൻ പണ്ടിവിടെ വായിച്ചൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ചവറ് കണ്ടന്റ് ഇറങ്ങുന്നതും ആനിമയിലാണ്. പക്ഷെ നമ്മളാരും ആ ഒരു ചവറ് കണ്ടന്റുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, നമ്മളതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. കാരണം നല്ല കണ്ടന്റുകൾ തന്നെ നമ്മൾ കണ്ടു തീർക്കാൻ സമയമെടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് ഏറ്റവും നല്ല അനിമകളായിരിക്കും. അതുകൊണ്ട് തന്നെ അനിമി എന്നുള്ള ഒരു സംഭവം ഇവിടെ പോപ്പുലറായിട്ട് സൂപ്പർ ഹീറോകളെ കാട്ടി നല്ലപോലെ മുന്നോട്ട് പോകും. അപ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇപ്പോൾ ഡീമൺ സ്ലെയറിന് ഒരു ബിഗ് ബ്രേക്ക് കൊടുത്തത്. ഇൻഫിനിറ്റി വാർ ഇങ്ങനെ തന്നെയാണ്. ഇൻഫിനിറ്റി വാറിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. കേരള കോമിക്സ് ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോമിക് മന്ത്ര അടങ്ങുന്ന കമ്മ്യൂണിറ്റി പല ഫാൻ ഇവൻറ്റുകളും ഇൻഫിനിറ്റി വാറിന് മുമ്പ് തന്നെ മാർവൽ DC റിലേറ്റ് ചെയ്തൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തിയേറ്ററിൽ പോയി മൂവീസ് കാണുന്നുണ്ടായിരുന്നു. സ്റ്റാർ മൂവീസിൽ നമ്മളിതെല്ലാം കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം തൊട്ടേ സൂപ്പർ ഹീറോകളുടെ കാർട്ടൂൺസും ബാലരമയിലെ കോമിക്സും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ബിഗ് ബ്രേക്ക്, എല്ലാത്തിനും ഒരു വൻ ബിഗിനിങ് കൊടുക്കണം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഹൈ ലെവൽ ട്രെൻഡ്. അത് സൃഷ്ടിച്ചത് അന്ന് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും ചേർന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലാണ് അനിമേക്ക് ഇതേ കാര്യം ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ ഇനി ചെയിൻസോ മാൻ്റെ സിനിമ വരുന്നുണ്ട്. ഈ ഒരു റെസ്പോൺസ് ഡീമൺ സ്ലെയറിന് കിട്ടിയതുപോലെ അതിന് കിട്ടുമോ അറിയില്ല. എന്തായാലും ഇനി അങ്ങോട്ട് ഒരുപാട് അനിമേ സിനിമകളും സീരീസുകളും ഒക്കെ വരാൻ കിടക്കുകയാണ്. സോ ഈ ഒരു ഡീമൺ സ്ലെയർ എഫക്റ്റ് അതിലോട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓൾറെഡി ഡീമൺ സ്ലെയർ കാരണം ഈ ഒരു അനിമേ ഫീൽഡിലോട്ട് ഒരുപാട് പേര് വരികയും ഡീമൺ സ്ലെയറും അതിന് മുമ്പ് ഇറങ്ങി പല അനിമകൾ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിലേക്കാണ് പുതിയ അനിമകളുടെയും ഓൺഗോയിങ് അനിമകളുടെയും കടന്നു വരുന്നത്. ഇപ്പോൾ ഉണ്ടായി ആനിമെ അപ്രൈസിങ് ഒരിക്കലും ആനിമെ എന്ന ജാപ്പനീസ് ഇൻഡസ്ട്രിക്ക് മാത്രമല്ല ബെനിഫിറ്റ്, നമ്മുടെ നാട്ടിൽ ആനിമേഷൻ ഇൻഡസ്ട്രിക്കുള്ള വലിയൊരു വളർച്ച കൂടിയാണ്. ആനിമയുടെ ഇൻഫ്ലുവൻസ് കാരണം എത്രയോ പേരാണ് ആനിമേഷൻ ഇൻഡസ്ട്രിയിലേക്ക് കടക്കാൻ പോകുന്നത്. പല ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് ആനിമയുടെ പേര് വെച്ചിട്ടുണ്ട്. പരസ്യങ്ങൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല കോമിക്സ് എന്നൊരു ഫീൽഡ് അല്ലെ, മാങ്ക കാരണം അത്തരത്തിലുള്ള കോമിക്സ് ചിത്രകഥ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കാണുന്നതാണ്. പക്ഷെ അത്തരത്തിൽ എഴുതണമെന്നൊക്കെ അന്ന് ചെറിയ ആഗ്രഹങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ പലരും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഞാൻ പേഴ്സണലി എൻ്റെ ആദ്യത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, കൈജു ഇവ. ഇന്ത്യയിലെ ഫസ്റ്റ് കൈജു നോവലാണ്. ഇത് കൈജു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഗോഡ്സിലെയും ഗോങ്ങൊക്കെ പോലുള്ള മോൺസ്ട്രസ് ബീയിങ്സ് ആണ്. സോ ഇത്തരത്തിലുള്ള നോവൽ എഴുതാൻ അനിമയും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു തന്നെ പറയാം. ഈ ഒരു നോവൽ എഴുതാൻ കാരണം അനിമയല്ല, പക്ഷേ ഇങ്ങനൊരു നോവൽ ഇറക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് അനിമയെ കാരണം ഉണ്ടായിട്ടുള്ള ഈ പുതിയ വേവ് ഓഫ് ഓഡിയൻസ് ആണ്. ഈ ഒരു ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ഓഡിയൻസിനെ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ സ്റ്റോറി എന്നുള്ളൊരു ഇൻഫ്ലുവൻസിലാണ് ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം ഈ ഒരു നോവൽ റിലീസാവും. ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമും തരംഗം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിലെ ആദ്യ കോമിക് ചാനലായി കോമിക് മന്ത്ര വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് വീഡിയോസ് ചെയ്ത കൂട്ടത്തിൽ അനിമെ റിലേറ്റഡ് വീഡിയോസും ഒട്ടാക്കു ടാക്കീസ് എന്ന സബ് ബ്രാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയെങ്കിലും ഇപ്പോഴത്തെ ഒരു അനിമെ പ്രൈസിങ് കാരണം എന്തായാലും ഇനി എങ്ങോട്ട് ആനിമെ റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് വരുന്നതായിരിക്കും.
ഒട്ടാക്കൂട്ടാക്കിസിന് സ്പെഷ്യൽ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി ഞങ്ങൾ ചെയ്തിട്ടുള്ള ആനിമേ വീഡിയോസ് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഒട്ടാക്കൂട്ടാക്കിസിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ ഞങ്ങൾ പണ്ട് ചെയ്ത റീൽസ് എല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ട് ഈ പേജിലാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ആനിമേ റിലേറ്റഡ് വീഡിയോസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ആനിമേ വീഡിയോസിന് ചെയ്യുമ്പോൾ നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ജസ്റ്റ് സീരീസുകൾ മാത്രമല്ല, ഇപ്പോൾ ഡീമൺ സ്ലെയറിലെ ഡീമണുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ സ്പെസിഫിക് ടോപ്പിക്സ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജസും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.